കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ നൽകി വീണ്ടെടുത്തതായ ദൈവത്തിന്റെ ജനമാണ് ഞാനും നിങ്ങളും. നാം വിളിച്ചാൽ വിളി കേൾക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ഏറ്റവും സമീപസ്ഥനായി, അവൻ നമ്മുടെ ജീവിതത്തിന്റെ അമരക്കാരനായി നമ്മുടെ അരികിലുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. നാം വിളിച്ചാൽ അവൻ വിളി കേൾക്കുന്ന ഒരു ദൈവം തന്നെയാണ്. നീ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം അവനാക്കി തീർക്കും. ശത്രുവായ സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്നതായ പദ്ധതികൾ തകർക്കപ്പെടാൻ ഉപവാസവും പ്രാർത്ഥനയും ശക്തമായ ഒരായുധമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ഒരു പുതിയ സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനത്തെ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കുന്ന ധാരാളം പേരുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ ധാരാളമായി ദൈവം നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുറിവുകളെ കർത്താവ് വച്ചുകെട്ടി നിങ്ങൾക്ക് ധൈര്യവും ക്രിസ്തുവിൽ പ്രത്യാശയും നൽകി നിങ്ങളെ അത്ഭുതകരമായി ദൈവം തമ്പുരാൻ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് സൗഖ്യപ്പെടാനും സൗഖ്യപ്പെടുത്താനുമുള്ള കാലഘട്ടമാണ്. മുറിവുകൾ വെച്ചുകെട്ടാനും മുറിവുകൾക്ക് ശമനം വരുത്തുവാനുമുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അളവില്ലാതെ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പകരുക തന്നെ ചെയ്യും. അതിനേതൊരു സംശയവുമില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ, ദൈവത്തിൽ നിന്ന് ഒരു പുതുക്കം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയും കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നതായ ആലോചനകളെ നാം ഏറ്റെടുക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് ആലോചന നൽകുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 40 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. ഉടനെ തന്നെ കർത്താവ് മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കുന്നതും അവൻ പോയി മറ്റുള്ളവരോട് ഈ യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നതാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഈ കുഷ്ഠരോഗികളായ ആളുകൾ. സാധാരണ മനുഷ്യർ പാർക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ പാർക്കുവാനോ അവർക്ക് അവരോട് ഇടപെടുവാനോ ഉള്ളതായ, അവരോടൊപ്പം ഇടപഴകുവാനോ ഉള്ളതായ യാതൊരു വിധമായ അനുവാദങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. മാത്രമല്ല, കുഷ്ഠരോഗികളായ ആളുകൾ നടന്നു പോകുമ്പോൾ തങ്ങൾ അശുദ്ധരാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ പാളയത്തിന് പുറത്ത് താമസിച്ചിരുന്നതായ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, തൊട്ടുകൂടാത്ത ഒരു ജനതയായിരുന്നു ഈ കുഷ്ഠരോഗികൾ എന്ന വിഭാഗം. എന്നാൽ യേശു കർത്താവ് മനുഷ്യരെ അന്നുണ്ടാക്കി വെച്ചിരുന്നതായിട്ടുള്ള അതിർവരമ്പുകളെല്ലാം പൊളിക്കുകയും കർത്താവ് ഈ ജനതയോടുകൂടെ ഇടപെട്ട് അവർക്ക് സൗഖ്യം നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായ സംഭവമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ 3 വിഭാഗമായി ഈ 5 വാക്യത്തെ നമ്മൾ തിരിക്കണം. ആദ്യത്തെ വാക്യം, 40-ാമത്തെ വാക്യം, ആ കുഷ്ഠരോഗിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായ ഒരു ചിന്ത, യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാനുള്ള മനസ്സ്. അതോടൊപ്പം തന്നെ 2, യേശു ക്രിസ്തു അവനോട് എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പറയുന്നതായ 2 വാക്യങ്ങൾ, 41-ും 42-ാമത്തെയും വാക്യം. 3, ഈ മനുഷ്യൻ തനിക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മറ്റു 2 വാക്യങ്ങൾ. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കാനായിട്ട് കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് 1-ാമത്തെ ഭാഗത്തേക്ക് വരാം. ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, അവൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലോളം വരാനുള്ള താല്പര്യം കാണിച്ചു. 40-ാമത്തെ വാക്യം പറയുന്നത് അങ്ങനെയാണ്. കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്നു. അപ്പൊ യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ടുള്ള ഒരു താല്പര്യം ആ മനുഷ്യന് ഉണ്ടായി. അതായത് അവൻ്റെ കുഷ്ഠരോഗം അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് അനുവദിച്ചിരുന്നില്ല എങ്കിൽ തന്നെയും അവൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലോളം വന്നു എന്നാണ്. അവൻ യേശുവിൻ്റെ അടുക്കലോളം വരാനായിട്ടുള്ള ഒരു കാരണം, കർത്താവ് അവൻ ഏറ്റവും സമീപസ്ഥനാണ് എന്ന ബോധ്യമാണ്. എനിക്ക് ഏറ്റവും സമീപസ്ഥനാണ് എൻ്റെ കർത്താവ് എന്ന ബോധ്യമാണ് ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കലോളം വരാനായിട്ട് പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം വിളിച്ചാൽ വിളി കേൾക്കാതെ വണ്ണം അകലങ്ങളിൽ ഇരിക്കുന്നതായ ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നതും നാം ആരാധിക്കുന്നതും. മറിച്ച് നാം വിളിച്ചാൽ വിളി കേൾക്കത്തക്ക വിധത്തിൽ നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ കർത്താവ് നമ്മുടെ സമീപത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ അമരക്കാരനായി നമ്മുടെ അടുക്കലുണ്ട്. നാം വിളിച്ചാൽ അവൻ എഴുന്നേൽക്കാനും നാം ചോദിച്ചാൽ അവൻ ഉത്തരമരുളുവാനും തക്കവണ്ണം നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്നതായ ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരത്തക്കവണ്ണം നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ഒരു കർത്താവ്. ഒരുപക്ഷെ സമൂഹവും മനുഷ്യരായിട്ടുള്ള ആളുകളും സാഹചര്യങ്ങളും എല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. നമ്മുടെ മനസ്സുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോയതായ വ്യക്തിയായിരിക്കാം. സമൂഹവും കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും പറയുന്നുണ്ടാവാം, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരുപക്ഷെ മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ശരി, സ്തോത്രം, അതൊന്നും വകവയ്ക്കാതെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ അടുക്കലോളം വരാൻ മനസ്സ് കാണിച്ചാൽ കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. നമ്മളെ തൊടാനായിട്ട് അവന് മനസ്സുണ്ട് എന്ന് തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറ്റബോധങ്ങൾ മാറ്റിവെക്കുക, ദുരഭിമാനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് കടന്നു ചെല്ലുക. അവന്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടായാൽ കർത്താവ് നമ്മളെ തൊടുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദേശത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ മുട്ടുകുത്തി എന്നാണ്. അവൻ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. ഒരാള് മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറയുന്നത് തന്നെ തന്നെ താഴ്ത്തുന്നതിൻ്റെ, വിനയപ്പെടുത്തുന്നതിൻ്റെ അടയാളമാണ്. കൂടാതെ
അത് വർഷിപ്പ് ചെയ്യുന്ന, അതായത് കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ അടയാളമാണ് മുട്ടുകുത്തുക എന്ന് പറയുന്നത്. 1 പത്രോസ് 5:5 പറയുന്നത്, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ നൽകുന്നു എന്നാണ്. നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിനയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്ന കാലഘട്ടമാണ്. നമ്മുടെ കുറവുകളും നമ്മുടെ പരിമിതികളും എല്ലാം ദൈവത്തിന്റെ തന്നെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി നാം നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മൂന്നാമത് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ ഇങ്ങനെ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായി കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കുകയാണ്, എനിക്ക് എൻ്റെതായ ഒത്തിരി ലിമിറ്റേഷൻസ്, പരിമിതികളുണ്ട്. എന്നാൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന, ഞാൻ വന്നിരിക്കുന്നതായിട്ടുള്ള എൻ്റെ കർത്താവ്, അവന് എല്ലാറ്റിനും ശക്തിയുള്ളവനാണ്. അവൻ പരിമിതികൾ ഇല്ലാത്തവനാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുകയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ അവൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. യേശുവിന് എന്നെ സൗഖ്യമാക്കാനായിട്ട് കഴിയും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അവൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതും യേശുവിനോട് പ്രാർത്ഥിക്കുന്നതും. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ദൈവത്തിന് സകലവും സാധ്യമാക്കാനായിട്ട് ശക്തിയുണ്ട്. അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതികളിലേക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാധ്യതകളിലേക്ക്, ദൈവത്തിൻ്റെ കഴിവിലേക്ക് നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നത്. ദൈവത്തെ നമ്മൾ സംശയിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികളെ നമ്മൾ ബന്ധിക്കുകയാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ സ്തോത്രം, കർത്താവേ, നിനക്ക് വില്ലിങ് ആണെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ അവൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുകയാണ്. അവൻ പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കുകയാണ്. സ്തോത്രം. ഈ സമയം തന്നെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമുക്കും പറയാമോ, കർത്താവേ, നിനക്ക് കഴിയും എൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ, എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ, എൻ്റെ കുഷ്ഠരോഗം മാറ്റാൻ, എൻ്റെ തകർന്ന ഹൃദയത്തെ മാറ്റാൻ, എന്നെ പണിയാൻ, എൻ്റെ വേദനകളിൽ നിന്ന് എനിക്ക് ആശ്വാസം തരാൻ, എന്നെ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് കർത്താവേ നിനക്ക് കഴിയുമെന്ന് നമ്മൾ സ്തോത്രം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് പ്രവർത്തിക്കാനായി മതിയായ ദൈവമാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ ഒരു സഹോദരൻ ഫോൺ ചെയ്യാനായിട്ടിടയായി. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. സാധാരണ വെന്റിലേറ്ററിൽ കിടക്കുന്നതായിട്ടുള്ള ആളുകൾക്കൊന്നും ഫോൺ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് ആരോ ഒരാൾ ഫോൺ കൊടുത്തിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. താൻ വെന്റിലേറ്ററിലായിരിക്കുന്നുവെന്നും തനിക്ക് യാതൊരു സൗഖ്യമില്ല എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അങ്ങനെ വിളിക്കാനായിട്ടുള്ള കാരണം, സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു സന്ദേശം അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ കേൾക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ അസുഖത്തെ മാറ്റി അദ്ദേഹം പൂർണ്ണ സൗഖ്യമുള്ളവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ഇടയായി. അദ്ദേഹം ഒരു അക്രൈസ്തവ സഹോദരനായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ഒരു കർത്താവിനെ അദ്ദേഹം വിശ്വസിച്ചപ്പോൾ, ആ സന്ദേശം കേട്ടിട്ട്
എനിക്കും ഒരു സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ ദൈവിക രോഗസൗഖ്യം അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിക്കാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ ഒന്ന് യേശുവിൻ്റെ അടുക്കലോളം വരാനായി മനസ്സ് കാണിച്ചു. രണ്ട്, അവൻ യേശുവിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി. മൂന്ന്, അവൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് ഇടയായി. ഈ മൂന്ന് കാര്യങ്ങൾ അവൻ ചെയ്തപ്പോൾ അടുത്ത് യേശു ക്രിസ്തു അവന് വേണ്ടി ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 41 42 വാക്യങ്ങളിൽ വായിക്കുന്നത്, യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടിട്ട് പറയുകയാണ്, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കുഷ്ഠരോഗം മാറി, അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. യേശു അവന് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. യേശു ക്രിസ്തു എപ്പോഴൊക്കെ ആരോടൊക്കെ മനസ്സലിഞ്ഞോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ശക്തി ആ വ്യക്തികളിലേക്ക് വ്യാപരിപ്പാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് പാപികളുടെയും ആവശ്യത്തിലിരിക്കുന്നവരുടെയും നിലവിളി കേൾക്കുന്നതായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നാളുകളിൽ ദൈവത്തിൻ്റെ മനസ്സലിവിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ കരം നമ്മുടെ നേരെ, ദൈവം നമ്മളോട് മനസ്സലിയുമ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനായിട്ട് തുടങ്ങും. ഉദാഹരണത്തിന് നമ്മൾ എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ, തുടർന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 41 42 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ഈ മനുഷ്യനോട് കാണിക്കുന്ന 3 വ്യത്യസ്തമായ ഇടപെടലുകൾ കാണാൻ പറ്റും. ഒന്ന്, യേശു ക്രിസ്തു അവനോട് മനസ്സലിഞ്ഞു. 2, യേശു കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. 3, കർത്താവിനോട് പറയുകയാണ്, നീ സൗഖ്യമാകുക എന്ന്. നോക്കണം, ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ സംഗതികളാണ്. നമ്മുടെ സൗഖ്യത്തിനും വിടുതലിനും ആധാരമായിരിക്കുന്നത് നമ്മുടെ യോഗ്യതകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ കമ്പേഷനാണ്, ദൈവത്തിൻ്റെ മനസ്സലിവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ദൈവമായ കർത്താവ് എവിടെയൊക്കെ മനസ്സലിഞ്ഞുവോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാനായിട്ടിടയായി, അവിടെ എല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കേണ്ടത്, കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ എന്ന്. ദൈവം നമ്മളോട് മനസ്സലിഞ്ഞാൽ അവൻ്റെ കരം നമ്മുടെ നേരെ നീട്ടാനായിട്ടിടയാകും എന്നുള്ളതാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നതായ ദർശനം എന്ന് പറയുന്നത്. നമ്മൾ എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അഗശ്വരേശ് രാജാവ് തൻ്റെ കയ്യിലിരുന്നതായിട്ടുള്ള ചെങ്കോൽ, സ്വർണ്ണ ചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടുന്നതിനെ കുറിച്ചാണ്. സാധാരണ രാജസന്നിധിയിൽ രാജാവ് അനുവദിക്കാത്തതായിട്ടുള്ള സമയത്ത് ചെല്ലാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ എസ്തേർ രാജ്ഞി രാജവസ്ത്രം ധരിച്ച്, സ്തോത്രം, രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ രാജാവ് തൻ്റെ കയ്യിലിരിക്കുന്ന രാജകീയ ചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടാൻ കാരണം എസ്തേറിനോട് രാജാവിന് മനസ്സലിവ് തോന്നിയത് കൊണ്ടാണ്. അങ്ങനെ മനസ്സലിവ് തോന്നാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ ജനങ്ങൾക്കും മൊർദെഖായിക്കും യഹൂദന്മാരായ ആളുകൾക്കും ഒരു വലിയ നാശം, ഒരു വലിയ തകർച്ച സംഭവിക്കാൻ പോകുന്നു എന്ന് അതേ മൊർദെഖായി അറിഞ്ഞപ്പോൾ മൊർദെഖായി രട്ടെടുത്തുകൊണ്ട്
പട്ടണത്തിൽ നടന്ന് വിളിച്ചു പറയാണ്, ജനത്തെ എല്ലാം ഉപവാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ യഹൂദന്മാരായ ആളുകളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച്, അതുപോലെ തന്നെ രാജസന്നിധിയിലിരുന്ന് രാജകൊട്ടാരത്തിനകത്ത് എസ്തേറും ഉപവസിച്ച്, മോർദെഖായും ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അഹശ്വേരോശ് രാജാവിനോട് ഇടപെടുകയും, അതെ സ്തോത്രം, ഈ എസ്തേറിന്റെ നേരെ കരുണയോടുകൂടെ ഇടപെടുകയും ചെയ്യുന്നത് നമ്മൾ അവിടെ വായിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഭവമാണ് കൊണ്ടുവരുന്നത്? ശത്രുവായ സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്ന പദ്ധതികൾ തകർക്കപ്പെടുവാൻ ഉപവാസവും പ്രാർത്ഥനയും ശക്തമായ ഒരായുധമാണ്. ശത്രുവായ സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്നതായ പദ്ധതികൾ തകർക്കപ്പെടാൻ ഉപവാസവും പ്രാർത്ഥനയും ശക്തമായ ഒരായുധമാണ്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, മാത്രമല്ല നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് കരുണയോടുകൂടി ഇടപെടുവാനും നമ്മുടെ പ്രശ്നത്തിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടുവാനും ഇടയായിത്തീരും എന്ന് ഈ വേദഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2, യേശു അവന്റെ നേരെ കൈ നീട്ടി അവനെ തൊട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ഒരശുദ്ധനെ ഒരു വിശുദ്ധൻ തൊട്ടാൽ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് വിശുദ്ധിയുള്ള വ്യക്തി അശുദ്ധിയുള്ളവനായി മാറും. എന്നാൽ ഇവിടെ യേശു അവനെ തൊട്ടപ്പോൾ യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന വിശുദ്ധി ഈ അശുദ്ധിയുള്ള ഈ കുഷ്ഠരോഗിയുടെ മേൽ വ്യാപരിക്കാനും അവൻ സൗഖ്യമുള്ളവനാകുവാനും സ്തോത്രം ഇടയായി തീർന്നു എന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ തൊട്ടാൽ യേശുവിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരും. തൊട്ടുകൂടാത്തവരെ തൊടുന്നതായിട്ടുള്ള യേശു തൊടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലേക്ക് വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവനെ തൊടുകയാണ്, അവനെ അംഗീകരിക്കുകയാണ്. യേശു അവനെ തൊട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനെ കർത്താവ് മനുഷ്യനായിട്ട് അംഗീകരിച്ചു എന്നാണ്. ഇവനും ദൈവത്തിന്റെ പൈതലാണ്, ഇവനും അബ്രഹാമിന്റെ മകനാണ്, ഇവനും ദൈവരാജ്യത്തിന് അവകാശിയാണെന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് യേശു അവനെ തൊടുന്നത് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ പറയാമോ, കർത്താവെ എന്നെയും തൊടണമേ, ആ കുഷ്ഠരോഗിയെ തൊട്ടതുപോലെ. തൊട്ടുകൂടാത്തവനെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി അവനെ ചേർത്ത് നിർത്താൻ മനസ്സ് തോന്നിയ കർത്താവെ, എൻ്റെ ജീവിത പ്രശ്നത്തിലേക്ക്, എൻ്റെ പാപഭാരത്തിലേക്ക്, എൻ്റെ കുറ്റബോധത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ രോഗം നിറഞ്ഞ സാഹചര്യത്തിലേക്ക്, എൻ്റെ ജീർണിച്ച അവസ്ഥയിലേക്ക് കർത്താവെ എന്നെ ഒന്ന് തൊടാനായിട്ട് ദൈവമേ ഇഷ്ടം തോന്നണമേ എന്ന് നമുക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? യേശുവിൻ്റെ സ്പർശനം ഉണ്ടാവുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോയതിനു പോലും ജീവൻ വരാനിടയായിത്തീരും എന്ന് ലൂക്കോസ് 7-ാം അധ്യായം 11 മുതലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. ദൈവം നമ്മളോട് പറയുകയാണ്, കർത്താവ് നമ്മളെ തൊട്ടാൽ ജീവനില്ലാത്ത നിർജീവമായ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, ഹല്ലേലൂയ സ്തോത്രം, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന വിഷയത്തിൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. 3ാമത് കർത്താവിനോട് പറയുന്നത് മനസ്സുണ്ട് ശുദ്ധമാക എന്നുള്ളതാണ്. മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞാൽ ഇതൊരു കൽപ്പനയാണ്. രോഗത്തിൻ്റെ മേലുള്ള യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന, പാപത്തിൻ്റെ മേലുള്ള യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന, യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കുമതി ദൈവശക്തി നമ്മിലേക്ക് വ്യാപരിക്കാൻ. അതുകൊണ്ട് തന്നെ സ്തോത്രം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കുഷ്ഠം നിറഞ്ഞ മേഖലകളിലേക്ക്, മനുഷ്യരെ അറപ്പോടുകൂടി കാണുന്ന മേഖലകളിലേക്ക്, മനുഷ്യൻ അംഗീകരിക്കാത്ത വിഷയങ്ങളിലേക്ക് വ്യാപരിക്കാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. ദൈവത്തിൻ്റെ വിടുതലും നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ.
ഈ വേദഭാഗത്തിന്റെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശു കർത്താവ് അവന് നൽകുന്നതായിട്ടുള്ള ഒരു ഉപദേശമാണ്. എന്തിനാണ് കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്നത് എന്തിനാണ്? അവന്റെ കൽപ്പനകൾ നാം അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അവന്റെ വചനത്തെ നമ്മൾ പ്രമാണിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിക്കാൻ. ആ കാലത്ത് ഒരു പുരോഹിതനാണ് ഒരു മനുഷ്യൻ കുഷ്ഠരോഗിയാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ കർത്താവ് ആ പുരോഹിതരുടെ അടുക്കലേക്ക് അയച്ചത് എന്തിനാണ്? സ്തോത്രം. അവൻ കുഷ്ഠരോഗി എന്ന് വിധിച്ചവരെ കൊണ്ട് തന്നെ യേശു കർത്താവ് പറയിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവൻ ശുദ്ധിയുള്ളവനെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മെ തള്ളിപ്പറഞ്ഞതായ ചിലരില്ലേ? നമ്മെ ഒറ്റപ്പെടുത്തിയതായ ചിലരില്ലേ? നമ്മളെ, സ്തോത്രം, നമ്മൾ കഴിവില്ലാത്തവരെന്നും മോശപ്പെട്ടവരെന്നും അയോഗ്യരെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി നിർത്തിയ ചിലരില്ലേ? അവരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ നിർത്തിയിട്ട് അവരെ കൊണ്ട് പറയിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവൻ വേണ്ടാത്തവനല്ല, ഇവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടവനാണ്, ഇവൻ സഭയ്ക്ക് വേണ്ടവനാണ്, ഇവൻ സമൂഹത്തിന് വേണ്ടവനാണെന്ന് പറയിക്കാനായിട്ടുള്ള ഒരവസരം കൂടിയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ പുറപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇത് കാലം നമുക്ക് തെളിയിച്ചു തരും. നോമ്പെടുക്കുന്ന വ്യക്തിയാണോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവവേദലാണോ? കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, സ്തോത്രം, നീ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം അവനാക്കി തീർക്കും. ദൈവത്തിന്റെ വചനം അതാണ് പഠിപ്പിക്കുന്നത്. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. യേശുവിൻ്റെ പാദത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ താണിരിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ള ശത്രുക്കളായിരിക്കാം, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായിരിക്കാം, പൈശാചിക ശക്തിയായിരിക്കാം, മനുഷ്യരുടെ ഗൂഢതന്ത്രങ്ങളായിരിക്കാം, വേറെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ, സ്തോത്രം, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. എന്നാൽ സ്തോത്രം, യേശു കർത്താവ് തൊട്ടുകൂടാത്തവരെ തൊടുന്നവൻ മാത്രമല്ല, സ്തോത്രം, നമ്മെ തള്ളിപ്പറഞ്ഞവരുടെ മധ്യത്തിൽ, നമ്മെ മാറ്റി നിർത്തപ്പെട്ടവരുടെ മധ്യത്തിൽ നമ്മെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് നമ്മൾ, സ്തോത്രം, നല്ലവരെന്ന് പറയിക്കുന്ന ഒരു ദൈവമാണ്. അത് കാലം തെളിയിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പൈതല്, നിനക്ക് വേണ്ടി അത് ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു ചെറിയ വേദഭാഗത്തിനകത്ത് ഒരു കുഷ്ഠരോഗിയുടെ ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്ക് നൽകിയ 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനിടയായി തീർന്നു. 1, ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലോളം വരാനുള്ള മനസ്സ് കാണിച്ചു. 2, അവൻ യേശുവിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തുവാനിടയായി. 3, യേശു ക്രിസ്തു തൊട്ടാൽ അവന് സൗഖ്യം ലഭിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. 4, യേശുവിൻ്റെ കമ്പേഷൻ, യേശുവിൻ്റെ മനസ്സലിവ് അവനിലേക്ക് വ്യാപരിച്ചു. 5, സ്തോത്രം, യേശു അവനെ കൈനീട്ടി തൊടുവാനായിട്ട് ഇടയായി തുറന്നു. 6, ദൈവത്തിന്റെ വചനത്തിന്റെ സൗഖ്യമാക്കുന്ന കൽപ്പന അവനുണ്ടായി. 7, സ്തോത്രം, അവനെ എവിടെയാണോ തള്ളിപ്പറഞ്ഞത് അവരുടെ അടുക്കലേക്ക് കർത്താവ് മടക്കി അയക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ആത്മാവ് അത് ഇടപെടട്ടെ. ഈ നോമ്പുകാല സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കായിരിക്കുന്ന ഇടത്ത് കണ്ണുകളടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നാം വിളിച്ചാൽ വിളി കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം വിദൂരങ്ങളിൽ ഇരിക്കുന്നതായ ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നാം വിളിച്ചാൽ വിളി കേൾക്കത്തക്കവണ്ണം നമുക്ക് ഏറ്റവും സമീപസ്ഥനായി നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ അമരത്ത് ഇരിക്കുന്നതായ, സ്തോത്രം, അതെ,
നമ്മുടെ അമരത്തുള്ളതായ ജീവിത പടകിലെ അമരത്തിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഈ ഈ ഈ ഈ സമയം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ജീവിതാവസ്ഥയിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് അത് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ തൊടണമേ കർത്താവേ. ഈ പ്രാർത്ഥനയിലൂടെ അനേകർ ആഗ്രഹിക്കുന്നു, കർത്താവ് എന്നെ തൊട്ടിരുന്നു എങ്കിൽ. ദൈവമേ, നിന്റെ ആ സൗഖ്യമാക്കുന്ന കരം, കുഷ്ഠരോഗിയെ തൊട്ട കരം, മരിച്ച ദൈവമേ ഡെഡ് ബോഡിയെ തൊട്ട കരം, ഹല്ലേലൂയ, ആണിയടിക്കുവാനായിട്ട് വിട്ടുകൊടുത്ത ആ കരം കർത്താവേ, ഓ ദൈവമേ, ഈ സമയം കർത്താവേ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് അടിയൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. അവിടുത്തെ കരം നീട്ടപ്പെടുന്നതിനായി സ്തോത്രം, സൗഖ്യമാകുന്നതിനായി സ്തോത്രം, അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. ദൈവശക്തി അവരായിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ദൈവിക പ്രവൃത്തികൾ ഞങ്ങൾക്ക് കാണാനിടയാകട്ടെ. അവിടുന്ന് തന്ന സന്ദേശത്തിനായി, ആലോചനയ്ക്കായും സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൂടി, അനേകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണുവോളാം കർത്താവിന്റെ കൃപയിൽ നമ്മളെ കാക്കുമാറാകട്ടെ. ആമേൻ.